ഇന്നലെ രാത്രി ആരാണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചൊരു കണ്ടന്റ് ചെയ്യാൻ പ്രസന്റേഷന് വേണ്ടിയിട്ടാണെന്ന്. പ്രസന്റേഷന് വേണ്ടി ചെയ്യാനാണെങ്കിൽ ഇൻ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ബോറാവും. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം പറഞ്ഞ് വേഗം അങ്ങ് തീർന്നു പോകും. പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. ഈ റഷ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ അതിൻ്റെ അത്ര മെച്ചമൊന്നുമില്ല, വലിപ്പം മാത്രമേ ഉള്ളൂ. അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അവിടെയുള്ള ഭരണാധികാരികളെ കൊണ്ട് കഴിയുന്നതല്ല. യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലം ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. റഷ്യ മാത്രം ഇങ്ങനെ ഉണങ്ങി കുത്തി ഒരു തേങ്ങ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭരണാധികാരികളെന്ന് പറഞ്ഞാൽ റൊമനോവ് ഡൈനാസ്റ്റിയിലെ റൊമനോവ് രാജവംശത്തിലെ സാർ നിക്കോളാസിൻ്റെയൊക്കെ സ്മരണം എന്നൊക്കെ പറഞ്ഞാൽ മോശം വളരെ മോശം. ഈ നിക്കോളാസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലേക്ക് വരാനാണെങ്കിൽ വെറുതെ ഇവിടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങയും ചെയ്യുന്നില്ല. കർഷകരും ജനങ്ങളും മൊത്തം അസംതൃപ്തരാണ്. അതിൻ്റെ കൂടെ ആവശ്യമില്ലാതെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് പോവുക, ആ രാജ്യങ്ങളെല്ലാം എടുത്ത് പഞ്ഞിക്കിട്ട് വിടുക. രാജാവ് ഒരു സൈഡിൽ യുദ്ധം നടത്തി തുലയ്ക്കുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് നികുതി വാങ്ങിച്ച് തുലയ്ക്കുന്നു. അതായത് ക്ഷാമം നേരിടുന്ന സമയത്തും ജനങ്ങൾ ഒരുപാട് നികുതി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ അസംതൃപ്തരാണ്. പിന്നെ ആർമിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ വെറുതെ യുദ്ധത്തിന് പോയി തോറ്റ് പണ്ടാരം അടങ്ങി മടി പിടിച്ച് പണ്ടാരടങ്ങാണ്. വെറുതെ യുദ്ധത്തിന് പോയി ജോലി എടുത്ത് പണ്ടാരടങ്ങുന്ന അവസ്ഥ. ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ അപ്രീതി മനസ്സിലാക്കിയ ശേഷം സാർ നിക്കോളാസ് രണ്ടാമൻ ഒരു തീരുമാനം എടുക്കുന്നു, എങ്ങനെങ്കിലും എനിക്ക് എൻ്റെ ഇമേജ് സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഏറ്റവും ചെറിയവൻ ആരാ? അപ്പം ഏഷ്യയിലെ കുഞ്ഞൊരു രാജ്യം ഉണ്ടല്ലോ ജപ്പാൻ. നമ്മൾ വലിയ റഷ്യൻ സാമ്രാജ്യമല്ലേ. അപ്പം ജപ്പാനെ കയറി അടിക്കാമെന്ന് പറഞ്ഞ് ജപ്പാനെ അടിക്കാൻ ചെല്ലുന്നു. ജപ്പാൻ തിരിച്ച് മേഞ്ഞ് പണി അങ്ങ് വിടുന്നുണ്ട്. അതായത് റഷ്യയുടെ പല പ്രദേശങ്ങളും ജപ്പാൻ കയറി കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതോട് കൂടിയിട്ട് അണ്ണനെതിരെ വളരെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. കാരണം പട്ടാളക്കാരും ജനങ്ങളും എല്ലാം രാജാവിനെതിരായി. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു രാജ്യമായ ജപ്പാൻ്റെ അടുത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിന് പോയി ജപ്പാനെടുത്ത് പണിഞ്ഞു വിട്ടു. ഫിനാൻഷ്യലി നഷ്ടം, സൈനികമായിട്ട് നഷ്ടം, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റഷ്യക്ക് മൊത്തത്തിൽ നഷ്ടം അടിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജിയോനി എന്ന് പറയുന്ന പള്ളിയിലച്ചൻ കുറേ ആളുകളെയും പിടിച്ചുകൊണ്ട് പോയി പ്രക്ഷോഭം നടത്തി. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണങ്ങൾക്കെതിരെ വളരെ സമാധാനപരമായിട്ട് പോയ പ്രക്ഷോഭമാണ്. അതിൻ്റെ നേരെ രാജാവിൻ്റെ അനുചരന്മാരെല്ലാം കൂടെ ചാറ വെടിവെച്ചു. ഈ ഒരു സംഗതിയെ ബ്ലഡി സൺഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം റഷ്യയിൽ വളരെ വലിയ രീതിയിൽ രാജാവിനെതിരെ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പെടാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ നോക്കി വ്ളാദിമിർ ഇല്യാച്ച് ലെനിൻ പറയത്തില്ല, ലെനിനിസ്റ്റ്, കമ്മ്യൂണിസ്റ്റാർ ലെനിൻ, ആ ലെനിൻ കുറേ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി സാമ്രാജ്യത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവന്മാരെ നാട് കടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ലെനിനെ ഇവർ ചവിട്ടി സ്വിറ്റ്സർലൻഡിലോട്ട് നാട് കടത്തി. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്ലഡി സൺഡേ മൂലം പ്രക്ഷോഭം രൂക്ഷമായതോടുകൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഡ്യൂമ എന്ന പേരിൽ ഒരു പാർലമെന്റിനെയും രൂപീകരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു വർക്കേഴ്സ് പാർട്ടി ജനങ്ങളെല്ലാം കൂടെ സ്ഥാപിക്കുന്നുണ്ട്. ഈ വർക്കേഴ്സ് പാർട്ടി തന്നെ രണ്ടായിട്ട് പിരിയുന്നുണ്ട്, ബോൾഷെവിക്കുകളെന്നും മെൻഷെവിക്കുകളെന്നും. ബോൾഷെവിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ കുറച്ചുകൂടി ഈ വിപ്ലവാത്മകമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ലിബറൽ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ആളുകൾ. അതവിടെ നിൽക്കട്ടെ, അതൊന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞാണ്. അങ്ങനെ ഈ ഡ്യൂമെ വെറുതെ ഇങ്ങനെ മുന്നിലൊരു പാവയെ പോലെ നിർത്തി റഷ്യൻ ചക്രവർത്തിമാർ വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെൻഷെവിക്കുകളുടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ കറൻസ്കി, അങ്ങനെ കുറേ ആളുകളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം മറക്കാതിരിക്കണം, ഈ റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് നമ്മളെല്ലാം ഭയങ്കരമായിട്ട് വാഴ്ത്തിപ്പാടുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം റൈറ്റിംഗ്സ് ആണ്. ആ സമയത്ത് ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, പിന്നെ നമ്മുടെ ആൻറ്റൺ ഷെക്കോഫ്, ഇങ്ങനെ കുറേ സാഹിത്യകാരന്മാർ റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് ഒരുപാട് നോവൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഇങ്ങനെ ഡ്യൂമയെ മുന്നിൽ നിർത്തിയിട്ട് സാർ നിക്കോളാസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 1914 ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യവും റഷ്യക്കില്ലായിരുന്നു. എന്നാലും കുറച്ച് പൈസയും സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാർ നിക്കോളാസ് രണ്ടാമൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. അതായത് ആർമിയെ സ്വന്തമായിട്ട് ലീഡ് ചെയ്തുകൊണ്ട് പോവാണ്. ഇങ്ങേര് പേരിനൊരു രാജാവാണെന്നേ ഉള്ളൂ, ഇങ്ങേർക്കൊരു ആർമി ടാക്ടീഷ്യനും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ പോയി പൊട്ടി പണ്ടാരടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തു. ജർമ്മനിയുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നതാണ്. ജർമ്മനി ഓൾറെഡി യുദ്ധത്തിൽ പണ്ടാരം അടങ്ങിയെങ്കിൽ പോലും റഷ്യ എടുത്തിട്ട് ചാമ്പാൻ ജർമ്മനിയെ കൊണ്ട് പറ്റി. അങ്ങനെ റഷ്യക്ക് വീണ്ടും മൊത്തം നഷ്ടമായി പോയി. ഈ സമയത്താണ് നിങ്ങൾ മറ്റേ റാസ്പുട്ടിൻ ലവർ ഓഫ് ദ റഷ്യൻ കീ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല? അതെന്ന് വെച്ചാൽ ഈ റഷ്യയിലെ ഒരു പഴയ സന്യാസിയാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. റഷ്യയിലുള്ള സകല പെണ്ണുങ്ങളുമായിട്ടും അണ്ണന് ബന്ധം ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അതായത് ഓരോ പെണ്ണുങ്ങളുമായിട്ടും ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അവരുടെ ഒരു മുടി എടുത്തുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്ന പതിവൊക്കെ റാസ്പുട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ റാസ്പുട്ടിനെ കുറിച്ച് കുറച്ച് മസാല കഥകൾ ഇഷ്ടം പോലുണ്ട്. ഈ റാസ്പുട്ടിനും
സാർ നിക്കോളാസിൻ്റെ ഭാര്യയായിട്ടുള്ള ക്യൂൻ അലക്സാണ്ട്ര എന്ന പോലെ സെറ്റായി. ഇവർ രണ്ടുപേരും കൂടാണ് രാജാവ് യുദ്ധത്തിന് പോയപ്പം രാജ്യഭരണവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഭരണത്തിൻ്റെ തോത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പം ഈ ഭരണത്തിന് ഭയങ്കരമായിട്ട് ജനങ്ങൾ അസംതൃപ്തരാണ്. അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. റാസ്പുട്ടിൻ മറ്റേ ഈ ലഹരി അടിച്ച് കിറങ്ങി നടക്കുവാണ്. റാസ്പുട്ടിനും എപ്പോഴും കുറച്ച് പെണ്ണുങ്ങൾ വേണം, കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പ്രത്യേക സന്യാസിയാണ് റാസ്പുട്ടിൻ. സന്യാസി എന്നൊക്കെയാണ് പറയുന്നത്, ആളുകൾ വേറെ വേറെയാണ് പറയുന്നത്. അങ്ങനെ റാസ്പുട്ടിനെ ജനങ്ങളെല്ലാം കൂടെ എങ്ങനെയൊക്കെയോ അങ്ങ് കൊന്നുകളഞ്ഞ ശേഷം കൊന്നുകളഞ്ഞ് മരണത്തിനെക്കുറിച്ച് വേറെ സംഭവം ഉണ്ട് കേട്ടോ. കൊന്നുകളഞ്ഞ ശേഷം ഭയങ്കര രീതിയിൽ പ്രക്ഷോഭം ഉയരുന്നുണ്ട്. മറ്റേ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാണ്. എന്ന് വെച്ചാൽ 1917 മാർച്ച് മാസം 8-ാം തീയതി ഈ രാജാവിനെയും രാജ്ഞിയെയും റാസ്പുട്ടിനെയും എല്ലാം തീർത്തുകൊണ്ട് ജനങ്ങൾ അധികാരം പിടിച്ചെടുക്കുന്നു. ഈ ജനങ്ങളെന്ന് പറയുന്ന ആരാണ്? അലക്സാണ്ടർ കറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അധികാരം ഏറ്റെടുക്കുന്നു. ഈ മാർച്ചിൽ നടന്ന ഈ വിപ്ലവത്തിനെയാണ് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഗ്രിഗോറിയൻ കലണ്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യയിൽ ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജൂലിയൻ കലണ്ടറാണ്. അപ്പം അത് നമ്മളെക്കാട്ടി ഇത്തിരി പുറകിലായതുകൊണ്ട് അത് നമ്മളുടെ ഇവിടെ മാർച്ചിൽ നടന്നതാണ്, പക്ഷേ അവിടെ അത് ഫെബ്രുവരിയിൽ നടന്നതാണ്. അതിന് ഫെബ്രുവരി റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഈ ഫെബ്രുവരി റവല്യൂഷന് ശേഷം അധികാരത്തിൽ വന്ന അലക്സാണ്ടർ കറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ സാർ ചക്രവർത്തി തുടക്കമിട്ട യുദ്ധം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോളൂ കുഞ്ഞുങ്ങളെ. വെറുതെ ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. അത് ജനങ്ങൾക്കിടയിൽ വളരെ വലിയ അസംതൃപ്തി ഉണ്ടാക്കി. ജനങ്ങൾ നിലവിൽ പുതുതായിട്ട് വന്ന ഗവൺമെൻറ്റിനെതിരെയും അധികാരം ചെയ്യുന്നു. ഈ ഗവൺമെൻറ് ഏതാണ്? മെൻഷെവിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞിട്ടുള്ള ജനാധിപത്യ ലിബറൽ വിശ്വാസികളായിട്ടുള്ള മെൻഷെവിക്കുകളാണ്. ഈ മെൻഷെവിക്കുകൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടായി. ഈ സാഹചര്യം മുതലാക്കിയിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് നാടുകടത്തപ്പെട്ട വ്ളാദിമിർ ഇലിയാച്ച് ലെനിൻ തിരിച്ചു വരുന്നുണ്ട്. ലെനിൻ തിരിച്ചു വന്ന ശേഷം പ്രതിവിപ്ലവകാരികൾ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി. അണ്ണൻ സൈന്യത്തിനെ ഉണ്ടാക്കി യുവമാരെ കീറി ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. നാട്ടിലുള്ള കർഷകരെ മൊത്തം ഏകോപിപ്പിച്ചുകൊണ്ട് നിലവിലെ ഗവൺമെന്റിനെതിരെ യുദ്ധം തുടങ്ങി. അപ്പം ഇത് ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത്. ഈ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിന് നമ്മൾ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. അത് നവംബറിലാണ് നടന്നത്. ഈ ഒക്ടോബർ വിപ്ലവത്തിലൂടെ മെൻഷെവിക്കുകളെ മറികടന്നുകൊണ്ട് കറൻസ്കിയെ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച ശേഷം ഇവർ റിപ്പബ്ലിക്, അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം നീണ്ട 6 വർഷത്തോളം റഷ്യയിൽ വൻ അടിയായിരുന്നു. അതായത് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും തമ്മിലുള്ള അടി. അതായത് രാജാവിൻ്റെയും ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകളെല്ലാം കൂടെ ചേർന്നൊരു വൈറ്റ് ആർമി രൂപീകരിച്ചു. കർഷകരെയും തൊഴിലാളികളെയും എല്ലാം വെച്ചുകൊണ്ട് ലെനിൻ ഒരു റെഡ് ആർമി രൂപീകരിച്ചു. ഈ റെഡ് ആർമിയും വൈറ്റ് ആർമിയും തമ്മിൽ മാരക അടിയായിരുന്നു. ആ അടിയുടെ എല്ലാം അവസാനം റെഡ് ആർമി ബാക്കിയുള്ളവരെ മുഴുവൻ കശാപ്പ് ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരികയും ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അവന് പ്രസൻറ്റേഷന് വേണ്ടിയുള്ള ഒരു രത്ന ചുരുക്കം കിട്ടിയെന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു ലൈനിൽ ഓർത്ത് വെച്ചാൽ നിങ്ങളങ്ങ് ഓർത്തിരിക്കാം. ബാക്കിയുള്ള ഇൻ ഡീറ്റെയിൽ സാധനങ്ങൾ ചേർത്തിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ